എന്താ ഈ ഓണൊക്കെ? എന്തോ ഓണം പണിയേട്ടാ? ദാസന്റെ ഓണൊക്കെ എന്തായി? എടാ മഞ്ഞ കടികാർക്കല്ലേ ഓണുള്ളൂ, നമുക്ക് എന്തോ തേങ്ങയുടെ മൂള ഓണം. എന്താ മൂന്നെണ്ണം കൂടി ഇന്ന് ഉത്രാളായിട്ട് ഇവിടെ എനിക്കടാ ചളിയടാ. അതിരുന്നോ ആന്നാ വേണ്ട നിന്നോ. ഇനിയിപ്പോ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര സന്തോഷത്തിലാണല്ലോ. അല്ല മണിയേട്ടാ, നിങ്ങക്ക് വല്ല ലോട്ടറി അടിച്ചോ? ലോട്ടറി ഒന്നും അല്ലടാ, ആ ലോട്ടറിയൊക്കെ വലിയ സമ്മാനമൊക്കെ അടിച്ചിറക്കുന്നത്. എന്തോ മണിയേട്ടുണ്ട് കേട്ടോ. നിന്റെ വീട്ടിലെ കാര്യം എനക്ക് അറിഞ്ഞൂടെ? അമ്മയും ഭാര്യയും കൂടി എന്നും പ്രശ്നമാണ്. അമ്മ ഏഷ്യാനെറ്റ് വെച്ച് കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് സൂര്യ വെക്കണം, ഭാര്യ വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് കൈരളി വെക്കണം. എന്നും വഴക്കാ. ഇപ്പൊ ഇതില് ഞാൻ ആരെ ഒഴിവാക്ക? അമ്മേനെ ഒഴിവാക്ക, ഭാര്യയെ ഒഴിവാക്ക. ഇപ്പൊ ഭാര്യ നല്ലൊരു വഴി തെരഞ്ഞെടുത്തു, ആ ഒരു സന്തോഷ. അതെന്താ സംഭവം? ഇപ്പൊ എന്താ അച്ഛാ, കാലത്ത് 4 മണിക്ക് അവൾ എണിക്കും, ചോറും കറിയും ഉണ്ടാക്കും, അവൾക്കുള്ളത് പാർസൽ ചെയ്യുകയും ചെയ്യും. നമുക്ക് ബസ് സ്റ്റോപ്പിൽ കൊണ്ടാക്ക. ഒരു ഭാര്യക്ക് എന്റെ ജോലി കിട്ടി തോന്നുന്നു. അതൊന്നല്ല, അത് രാവിലെ 5:20 പ്രിയദർശിനി ബസ് വരും. അതില് കോഴിക്കോട്ടേക്കായാലും വേണ്ടില്ല, പാലക്കാട്ടേക്കായാലും വേണ്ടില്ല, പൊന്നാനിക്കായാലും വേണ്ടില്ല, ഏത് വണ്ടി ആയാലും വേണ്ടില്ല, അവൾ അതിലാ കയറി പോവും. പ്രിയദർശിനി അതിലെന്തോ കാശുള്ളൂ അല്ലേ? ഭാര്യക്ക് ബുദ്ധിയുണ്ടാ. പിന്നെ അവള് തിരിച്ചു വരിക രാത്രി 10:30 പ്രിയദർശി ബസ്സിന് അവള് വരിക. അപ്പോഴേക്ക് അമ്മ കിടന്നുറങ്ങിണ്ടാവും. ഇവര് പരസ്പരം കാണൂല്ല. ഈ ഭാഗ്യവാനടാ, ഈ പ്രിയദർശിനി ഇങ്ങനെ നീണ്ടു നിന്ന് കഴിഞ്ഞാ എന്റെ കുടുംബം രക്ഷപ്പെടും. അല്ല ദാസേട്ടാ, ഈ പ്രശ്നം എന്റെ വീട്ടിലുണ്ട്. ഈ പ്രിയദർശിയുടെ ടൈം എപ്പളാ?